നമസ്തേ. ശ്രീ നാരായണ ഗുരുദേവൻ ജനിച്ച വർഷം ഏതാണ്? ഉത്തരസൂചിക 1850, 1857, 1855. ഉത്തരം 1855. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാവിൻ്റെ പേരെന്താണ്? കുട്ടിയമ്മ, നല്ലമ്മ, ഗോമതി. ഉത്തരം കുട്ടിയമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരസൂചിക പത്മനാഭൻ, പരമേശ്വരൻ, മാടനാശൻ. ഉത്തരം മാടനാശൻ. ഗുരുദേവൻ ഉപരിപഠനത്തിന് പോയ വർഷം ഏതാണ്? ഉത്തരസൂചിക 1890, 1877, 1850. ഉത്തരം 1877. ശ്രീനാരായണ ഗുരുദേവൻ ആരുടെ അടുത്താണ് ഉപരിപഠനത്തിന് പോയത്? ഉത്തരസൂചിക 1 രാമൻ പിള്ള, 2 ശേഖരപിള്ള, 3 ചെല്ലപ്പൻ പിള്ള. ഉത്തരം രാമൻ പിള്ള. രാമൻ പിള്ള ആശാന്റെ തറവാട്ടിന്റെ പേര് എന്താണ്? വാരണപള്ളി തറവാട്, പള്ളിക്കൽ തറവാട്, കോയിക്കൽ തറവാട്. ഉത്തരം വാരണപള്ളി തറവാട്. ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1990, 1880, 1888. ഉത്തരം 1888. 1891 ഗുരുദേവനെ വന്നു കണ്ട കവിയുടെ പേര് എന്താണ്? ഉത്തരസൂചി 1 കാളിദാസൻ, 2 കുമാരനാശാൻ, 3 വള്ളത്തോൾ. ഉത്തരം കുമാരനാശാൻ. 1903 പൊതുജനത്തിന്റെ ഉന്നമനത്തിനായി സ്ഥാപിച്ച സംഘടനയുടെ പേര് എന്താണ്? NSS, ബ്രാഹ്മണ സഭ, SNDP. ഉത്തരം SNDP. ആലുവായിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേര് എന്താണ്? കൈരളി സദനം, അദ്വൈതാശ്രമം, സനാതനാശ്രമം. ഉത്തരം അദ്വൈതാശ്രമം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആപ്തവാക്യം ആരുടെ വാക്കുകളാണ്? ഉത്തരസൂചിക 1 കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു, എഴുത്തച്ഛൻ. ഉത്തരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുദേവന്റെ നക്ഷത്രം ഏതാണ്? പൂരുരുട്ടാതി, ചതയം, അശ്വതി. ഉത്തരം ചതയം. ശ്രീനാരായണ ഗുരുദേവന്റെ വീട്ടുപേര് എന്താണ്? വയൽവാരം വീട്, തോട്ടിൻകര വീട്, ആറ്റിൻകര വീട്. ഉത്തരം വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുദേവന് എത്ര സഹോദരിമാർ ഉണ്ടായിരുന്നു? 5 പേർ, 4 പേർ, 3 പേർ. ഉത്തരം 3 പേർ. ഗുരുദേവന്റെ അമ്മാവന്റെ പേര് എന്താണ്? രാമൻ വൈദ്യർ, ചെല്ലപ്പൻ വൈദ്യർ, കൃഷ്ണൻ വൈദ്യർ. ഉത്തരം കൃഷ്ണൻ വൈദ്യർ. ശ്രീനാരായണ ഗുരുദേവന്റെ മാതൃകുടുംബം ഏതാണ്? കോയിക്കൽ കുടുംബം, ഇലഞ്ഞിക്കൽ കുടുംബം, തോട്ടത്തിൽ കുടുംബം. ഉത്തരം ഇലഞ്ഞിക്കൽ കുടുംബം. കൊച്ചുകാലത്ത് ശ്രീനാരായണ ഗുരുദേവനെ വിളിച്ചിരുന്ന പേര് എന്താണ്? പരമു, കൃഷ്ണൻ, നാണു. ഉത്തരം നാണു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായ കൃതി ഇതിൽ ഏതാണ്? ദൈവദശകം, കൃഷ്ണഗാഥ, മാമ്പഴം. ഉത്തരം ദൈവദശകം. വയൽവാരം വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാര്യവട്ടം, ചെമ്പഴന്തി, അരുവിപ്പുറം. ഉത്തരം ചെമ്പഴന്തി. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1850, 1888, 1840. ഉത്തരം 1888. നെയ്യാറിൽ എവിടെ നിന്നാണ് അദ്ദേഹം ശിവലിംഗം മുങ്ങിയെടുത്തത്? മാമ്പഴക്കര, ശങ്കരൻകുഴി, പെരുങ്കുഴി. ഉത്തരം ശങ്കരൻകുഴി. ശിവഗിരി ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ്? 1904, 1910, 1915. ഉത്തരം 1904. ശാരദാ ദേവി ക്ഷേത്രം എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? ശിവഗിരിയിൽ, അദ്വൈതാശ്രമം, ചെമ്പഴന്തി. ഉത്തരം ശിവഗിരിയിൽ. ആലുവയിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേരെന്താണ്? ശ്രീരാമകൃഷ്ണ മഠം, അദ്വൈതാശ്രമം, നാരായണാശ്രമം. ഉത്തരം അദ്വൈതാശ്രമം. അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ്? 1910, 1913, 1902.
ഉത്തരം 1913. 1918, 1923 കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്ക, നേപ്പാൾ, ബർമ്മ. ഉത്തരം ശ്രീലങ്ക. ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹത്തോടെ നീലഗിരിയിൽ ആരാണ് ആശ്രമം സ്ഥാപിച്ചത്? നടരാജഗുരു, പഴനിസ്വാമി, വെങ്കടേശ്വര ഗുരു. ഉത്തരം നടരാജ ഗുരു. പെരുന്നള്ളി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വച്ച് കണ്ടുമുട്ടുകയും പിന്നീട് ആത്മമിത്രമാകുകയും ചെയ്തത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ, അയ്യാ വൈകുണ്ഠസ്വാമി, കുമാരനാശാൻ. ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഇതിൽ ഏതാണ്? ദർശനമാല, സന്ദേശകാവ്യം, ഹൃദയാഞ്ജലി. ഉത്തരം ദർശനമാല. സംസ്കൃതത്തിൽ അദ്ദേഹം രചിച്ച കൃതി ഏതാണ്? കാവ്യമാല, ആത്മോപദേശ ശതകം, സ്മരണാഞ്ജലി. ഉത്തരം ആത്മോപദേശ ശതകം. തപാൽ മുദ്രകളിൽ പതിഞ്ഞ ആദ്യത്തെ കേരളീയൻ ആരാണ്? കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു, വള്ളത്തോൾ. ഉത്തരം ശ്രീനാരായണ ഗുരു. സർക്കാർ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? നാരായണ ഗുരുദേവൻ, ചങ്ങമ്പുഴ, ചെറുശ്ശേരി. ഉത്തരം ശ്രീനാരായണ ഗുരുദേവൻ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? 1902, 1908, 1925. ഉത്തരം 1925. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏതാണ്? 1899, 1810, 1829. ഉത്തരം 1899. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? 1910, 1890, 1922. ഉത്തരം 1922. ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായ വർഷം ഏതാണ്? 1928, 1930, 1931. ഉത്തരം 1928. ഹരേ രാമ രാമ രാമ